ഹലോ ഗൈസ്. ഇന്ന് ഞാൻ ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. അതിന് മുമ്പ് ഒരു ഉടായ്പ വ്ളോഗ് ഇട്ടിട്ടേനു. അത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ഈ വ്ളോഗ് ഏകദേശം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഹോം ടൂർ ഗൈസ്. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയണ്ട. എനിക്ക് 2 വീടുണ്ട് ഗൈസ്. 2 വീട് സ്വന്തം വീട് തന്നെയാണ്. എന്റെ തന്നെ പരിക്കാര വീടാണ്. അത് പഴയ വീടായിരുന്നു, ഇതായിരുന്നു പുതിയ വീട്. അപ്പൊ അവിടെ നിന്ന് ഇവിടത്തേക്ക് മാറിയതാണ് ഗൈസ്. അങ്ങനെ അത് പിന്നെ പുതുക്കി എന്റെ ഫാമിലിയൊക്കെ അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. ഈ വീട് പുതുക്കിയത് അല്ല, ഈ വീട് കൂടിയത് 12/12/12 2012 മാസം 12-ാം തീയതിയാണ് ഈ വീട് കൂടിയത്. ഇന്നേക്ക് എത്ര കൊല്ലായി? കണക്ക് കൂട്ട്. അപ്പൊ ഈ വീട് പഴയതായി. അപ്പം അവിടെ മൊത്തം പൊളിച്ചില്ല, ചെറിയ പൊളിക്കലൊക്കെ ആയി. സംഭവില്ലേ മറ്റേത് പെയിന്റ് ഒക്കെ അടിച്ച് അത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള ഫാമിലി മൊത്തം എല്ലാവരും അങ്ങോട്ട് പോയി. ഇവിടെ ഈ റൂമിലൊന്നും ഒന്നും ഇല്ല, എല്ലാം കൊണ്ടുപോയി മൊത്തം കൊണ്ടു. ഇനിയിപ്പോ എന്റെ റൂമിലെ കുറച്ച് സാധനങ്ങളുണ്ട്, കമ്പ്യൂട്ടർ അത് ഇത്. പട്ടിലൊന്നും ഞാൻ കൊണ്ടുപോയില്ല, അല്ല പുതിയ വാങ്ങിക്കും. ഇനിയിപ്പോ ആ വീട് മാറിയ സ്ഥിതിക്ക് അവിടെയുള്ള എന്റെ ഒരു റൂം ഉണ്ട്. ആ റൂം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. A to Z ഞാൻ കാണിച്ചു തരും. എനിക്ക് ബ്ലോഗ് ചെയ്യാൻ അറിയില്ല, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ഞാൻ കണ്ട കാടും മടലും മൊത്തം ചിലപ്പോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യൂ. അതിനു മുമ്പ് എന്റെ 2 പിള്ളമാരുണ്ട്. എന്റെ പിള്ളേർ അത് ഇക്കാക്കന്റെ മക്കൾ. 2 ബാലവാടിന്ന് കൂട്ടിയിട്ട് വരും. അമ്മയെ അതിനെ കൂട്ടാനുള്ളത്. അതിനെ 2 കൂട്ടിയിട്ട് നേരെ ഞാൻ വീട്ടിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ ഞാൻ പോയിട്ട് പിള്ളേരെ ബാലവാടിന്ന് കൂട്ടിയിട്ട് നേരെ അവിടത്തേക്ക് പോകുന്നു. എന്നിട്ട് ബാക്കി അവിടുന്ന് അടുത്ത കുറച്ച് സവിശേഷ വിശേഷങ്ങളും എന്റെ വീട്ടിന്റെ സംഭവങ്ങളും എന്റെ റൂമും സെറ്റപ്പൊന്നും ആക്കില്ല. സെറ്റപ്പൊക്കെ ഇതെല്ലാം എടുത്തിട്ട് ഇപ്പൊ അങ്ങോട്ടേക്ക് മാറും. അതിനു മുമ്പേ റൂമിന്റെ കോലം, റൂമിന്റെ ആകൃതി, റൂമിന്റെ ആ 2 ആദ്യം ബാലവാടിന്ന് കൂട്ടിട്ട് ഞാൻ പുറത്തു പോകുമ്പോ അങ്ങനെ മാസ്ക് എല്ലാം ഇട്ടിട്ട് പോകും. ആ 2 ബാലവാടിന്ന് കൂട്ടിയിട്ട് വരുന്നു. ക്യാമറ കണ്ടാ ക്ലിയർ ഇല്ല, വണ്ടിയിലാണ് ഉള്ളത്. എല്ലാരും ആയി പറഞ്ഞ ഫൈനലി ഞാൻ ബാലവാടിയിലെത്തി. വേമ്പാ ബീച്ചിൽ പോണം. ബീച്ചിൽ അപ്പൊ വണ്ടി പോവാ. വീട്ടിലെത്താനായിരിക്കുകയാണ്. കോപ്പിലെ ബ്ലോഗ് എടുക്കാൻ പൊക്കോ ഇതാണ് 2 പുറക്കെത്തിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി പുറത്താറ്റ കീനിട്ടുണ്ടെങ്കിൽ ബെല്ലടിക്ക്. അങ്ങനെ തന്നെ ഇതാണ് വീട്. ഇതാണ് എന്റെ വീട്. പഴയ വീട് പുതിയതാക്കിയ വീട്. എന്റെ ഉള്ളിലേക്ക് കയറാം. ആദ്യം ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ഇവിടെ ഒരു കാറുണ്ട്. ഇവിടുത്തെ കാറന്നെ വേറാരും കാർ. ഇതാണ് എന്റെ മൂത്ത ഇക്കാക്കന്റെ കാർ. മൂത്ത ഇക്കാക്കന്റെ വൈഫിന്റെ വണ്ടി, ഞാൻ കൊണ്ടുവന്ന വണ്ടി. എല്ലാം ഇങ്ങനെ കണ്ടോ? പോയ ഹെൽമെറ്റ്, ഇപ്പോറും ചെടിയുണ്ട്. ചെടി വാഗനർ, അതും പൾസർ, അതും എന്റെ മൂത്ത ഇക്കാക്കന്റെ വണ്ടി. എന്റെ ഉള്ളിൽ കയറിയിട്ടുള്ള സുവിശേഷ വിശേഷങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. എന്റെ ഈ വാതിൽ ഇങ്ങനെ തുറന്നിട്ട് ഈ ബെല്ല് കണ്ടോ? ഈ ബെല്ലടിച്ചിട്ടാണ് ഈ വീട്ടിലേക്ക് കയറേണ്ടത്. കേറിയ പാടും ഇവിടെ ഒരു സോഫയുണ്ട്, ഒരു വിൻഡോ. ഫോക്കസ് ആദ്യം നശിച്ച ഫോൺ ഫാന്. ഇങ്ങനെ ഉള്ളിലേക്ക് കയറാം. ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയാൽ ഇവിടെ എന്തോ ഒരു സംഭവം. ഇതെന്ത് സംഭവം എനിക്കറിയില്ല. ഒരു ക്ലോക്ക് ഉണ്ട്, ഇവിടെ പിന്നെ ഒരു ഫാൻ ഉണ്ട്, ഇവിടെ ഇരിക്കാനായി ഒരു സോഫയുണ്ട്. തൽക്കാലത്തേക്ക് ഇരിക്കാനുള്ള സോഫ ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ന്റെ ഉള്ളിലൂടെ ഇങ്ങനെ കയറി പോകുകയാണെങ്കിൽ ഇവിടെ കൈ കവുന്ന വാഷ് ബേസ് കാണാൻ പറ്റും. ഇങ്ങനെ പോയാൽ ഇവിടെ ഒരു കണ്ണാടി കാണാൻ പറ്റും. ഈ കണ്ണാടിയിൽ എന്നെ കാണാൻ പറ്റും. ഇങ്ങനെ തീർന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെല്ലാം തൂക്കിയിരുന്ന സാധനം. ഒരു ഡൈനിങ് ടേബിൾ, പിന്നെ ഫാന്, ഇതൊരു കുന്തം. എവിടെ പോകാൻ എല്ലെടുത്തിട്ട് ഇങ്ങനെ കിച്ചണിലേക്ക് പോകാം നമുക്ക്. ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, വേറൊരു വാതിലുണ്ട്, ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്. ഇവിടെ എന്തെല്ലാം പ്ലേറ്റ് കാണുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. കുറെ ആളാ ഈ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നോക്കണ്ട. കച്ചറ ഇതെല്ലാം സർവ്വസാധാരണ ഉള്ള സംഭവങ്ങളാണ്. ആരും മൈൻഡാക്കണ്ട. എന്തിനാ കാണിക്കുന്നേ? അയ്യേ, വ്ലോഗ് എടുക്കാനാണ്. കുക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാം. അടുത്തത് നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? ഇതാണ് കുക്ക് ചെയ്യുന്ന കിച്ചൺ. ഇവിടെയോ എന്തെല്ലാം അങ്ങനെ വെച്ച് പാചകം ചെയ്യാം. ഇതാണ് ഉമ്മാന്റെ ചായപ്പൊടി പഞ്ചസാര. ഇതാണ് സ്റ്റെപ്പ്. ഇതാണ് ഗൈസ് എന്റെ റൂം. ഇത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അതിന് മുമ്പേ എങ്ങനെയാണ് അവസ്ഥ കണ്ടോ? ഇതാണ് എന്റെ റൂം. ഇപ്പം തുറക്കൂല. മൊത്തം വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്, കുറച്ച് റൂമുകളുണ്ട്. അതും കൂടി കാണിച്ചാൽ 20 മാരകമായ കുറച്ച് സാധനങ്ങളുണ്ട്. ഇപ്പൊ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വീഡിയോ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിർത്തിയിട്ട് പോകും. അതുകൊണ്ട് അത് ലാസ്റ്റ് കാണാം. ലാസ്റ്റ് ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ കയറി ഇവിടെ ഒരു വാതിലുണ്ട്. ഇതിന്റെ ഉള്ളിൽ ഇതുള്ള സംഭവം ഞാൻ കാണിച്ചത്. അതിനു മുമ്പേ ഇതാണ് എന്റെ ഇക്കാക്കയും ഇക്കാക്കന്റെ വൈഫും, ഏറ്റവും മൂത്ത ഇക്കാക്കന്റെ വൈഫിന്റെ റൂം.
ഇത് അവിടെ കണ്ണാടി സംഭവം ഒരു വിൻഡോ ഉണ്ട്. അതിൻ്റെ ബ്രൈറ്റ്നെസ് അങ്ങ് അണ്ണാക്കി കയറിയിട്ട് കാണാത്തതാണ്. കക്കൂസ് ഒന്നും കാണണ്ടല്ലോ. കക്കൂസെല്ലാം കാണണോ? കക്കൂസിലൊന്നും കാണില്ല. ഞാൻ വ്ളോഗ് എടുക്കുന്ന ആളല്ല, അതുകൊണ്ട് എൻ്റെ ഫോണിൽ വലിയ ക്ലിയർ ഉള്ളൂ. സാധാ ഫോൺ. ഇതാണ് ഈ വാതിലെ തുറന്നു കഴിഞ്ഞാൽ പുറത്തിങ്ങനെ കുറച്ച് ഞാൻ തിരിച്ചിട്ടാണ്. ആ വാതിലെ തുറന്നപ്പോൾ ഇവിടെ മമ്മീൻ്റെ വാഷിംഗ് മെഷീൻ, ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. ഇവിടെ ഇത് മഴ പെയ്യാൻ നനയിക്കും. ചിലപ്പോൾ ഒരു ഷീറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് പിന്നെ മമ്മീൻ്റെ തിരുമ്പുന്ന കല്ല്. പെണ്ണുങ്ങൾ കാണാറ് പെണ്ണുങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഈ തിരുമ്പലില്ല, തിരുമ്പുന്ന കല്ല് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ജനല്. ഇതാണ് ടാങ്ക്. വലിയ ടാങ്കിലാണ് പുറക്ക് വെള്ളം കയറുന്നത്. ഒന്നും കാണിച്ചാൽ നിൽക്കില്ലാന്ന് പറയുന്നുണ്ട്. കംപ്ലീറ്റ് വീട് മൊത്തം വൈറ്റ് ആണ്, ഒരു വൈറ്റ് തീമാണ്. ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ ഒരു ഇരിക്കുന്ന സ്ഥലം, മമ്മിയുടെ സൈക്കിൾ, ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യാം. ഇവിടെ ചെറിയ ടേബിൾ, ഇവിടെ ചെക്കൻ്റെ എന്തെല്ലാം ടോയ്സ്. ഇതിന്റെ മുകളിലേക്കും കയറാം, അത് നമുക്ക് കയറാം. പിന്നെ ഈ ഇവിടെയുള്ള 2 പിള്ളേരില്ലേ, അവരെ സാധനമാണ് ഗൈസ്. ചെറിയ പിള്ളേന്മാർ ഊരുന്ന സാധനം ഇത്. ഗൈസ് നമുക്ക് ഇതിന്റെ മണ്ടലിലേക്ക് കയറാം. ഗൈസ് ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി കഴിഞ്ഞാല് കംപ്ലീറ്റ് വാർപ്പാണ്. ഇവിടെ പ്രത്യേകിച്ചൊരു വാങ്ങാണ്ടിയും ഇല്ല. സോറി, ഇവിടെ തെങ്ങുണ്ട്. ഇൻകേസ് ഉമ്മാക്ക് തേങ്ങ വളർന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ തെങ്ങ് കയറണ്ട. ഇവിടുന്ന് കൈ കൊണ്ട് പറിക്കും. ഇവിടുന്ന് പുറമൊക്കെ കാണാൻ പറ്റും, ഇപ്പുറം കാണാൻ പറ്റും. ഇപ്പുറെല്ലാം കുറെ വീടുണ്ട്. ഇവിടെ ഈ പൊട്ടറിന് എന്തോ സെറ്റപ്പ് ആയത്, എന്തോ ലൈറ്റ്. ഇവിടെ ലൈറ്റ്. ഇതൊരു വടി കുത്തിയിട്ട് ഫയറാണ്. ഒന്നും തൊടാൻ കഴിയില്ല. ഇന്നെന്റെ മരണമായിരിക്കും ചിലപ്പോൾ ഇതെല്ലാം തൊട്ടിട്ടുണ്ടെങ്കിൽ. ജീവിച്ച് ബുദ്ധി മറിയില്ല. നമ്മൾ അധികം നിൽക്കാൻ പറ്റൂല. ഇനി എന്റെ റൂം ഞാൻ കാണിച്ചു തരാം. ഈ റൂം കണ്ടില്ലല്ലോ, ഇത് മമ്മിയുടെ റൂം. മമ്മി ഉണ്ടെന്ന് തോന്നുന്നു. മമ്മി ഉണ്ടെങ്കിൽ മമ്മിയില്ല. ഇതാണ് മമ്മീന്റെ റൂം. അലമാര, മമ്മീന്റെ പഠിക്കുന്ന ടേബിൾ, മമ്മീന്റെ ചെറിയ കട്ടിൽ, മമ്മീന്റെ കസാല, ഇതൊരു ഫാന്, ഇവിടെ മറ്റേ ബൾബ്, ഇവിടെ 3 ജനലുണ്ട്. കക്കൂസ് കണ്ട. എന്റെ മമ്മി വീഡിയോ കണ്ടിട്ട് കക്കൂസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടില്ല, അപ്ലോഡ് ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല എനിക്ക് വ്ളോഗ് എടുക്കാൻ അറിയത്തില്ല. ലോക്കാക്കിട്ടല്ലേ ഇതൊന്നും തുറക്കാൻ കഴിയില്ലേ. ഇതെങ്ങോട്ട് തുറക്കണ്ടേ? അപ്പൊ ഇതാണ് ഫൈനലി എന്റെ റൂം. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. അത് എന്തിനാ വെച്ച് കഴിഞ്ഞാല് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഈ റൂം കംപ്ലീറ്റ് ലൈറ്റ് ആയിരിക്കും. എവിടുന്ന് എടുക്കും, ഏത് ഭാഗത്ത് നിന്ന് എടുക്കുന്നതാണെങ്കിലും അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കംപ്ലീറ്റ് വൈറ്റ് അടിപ്പിച്ച്. ഇത് വലിയ വണ്ണമൊന്നുമില്ല. ഇതിൽ ബാത്റൂം ഇല്ല റൂമില്. പക്ഷെങ്കിൽ എനിക്ക് ബാത്റൂം അപ്പുറം ഉണ്ട്, അപ്പുറം പോവാ പ്രശ്നമൊന്നുമില്ല. ബാക്കി എനിക്ക് ഈ ഒരു സ്ക്വയർ, ഈ ഒരു ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ആയിരിക്കും എന്റെ കമ്പ്യൂട്ടർ സെറ്റപ്പ് വരാൻ പോകുന്നത്. അതിന് ടൈം ഉണ്ട്. അപ്പുറത്തെ എന്റെ കമ്പ്യൂട്ടർ സാധനമില്ല, അതിന് ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടും. പിന്നെ ബെഡ് കാര്യങ്ങൾ അങ്ങനത്തെ കുറച്ച് ഇത് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. ഡോറ് ഉണ്ട്. ഇതൊക്കെ എല്ലാം മൊത്തം വൈറ്റ് അടിച്ചു, മൊത്തം വൈറ്റ് ആണ്. അവിടെ ഇരുന്നിട്ട് അപ്പുറം കണ്ടത്തിലുള്ള ആൾക്കാരെല്ലാം നോക്കാം. അപ്പൊ ഞാൻ എന്റെ റൂമും ഏകദേശം കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഇവിടെ കാണിക്കാനൊന്നും ഇല്ല, എല്ലാം കാണിച്ചു തന്നു. ഇനി ആ റൂം ഒരുത്തൻ ഇവിടെ മുക്കിത്തു. ഞാൻ പുറത്തുനിന്ന് കുറച്ച് പട്ടം ചുറ്റിയിട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം. പോലെന്റെ കോലം എങ്ങനെയാണ് ഈ വീഡിയോ. അല്ല പോരേന്റെ ഇതെല്ലാം എടുത്ത് ചാടണം. ഇത് പിന്നെ ചെറിയൊരു സ്പേസ് ഹാല് ഇതാക്കുന്ന വലിയ കിണർ. ബാക്ക് സൈഡ് അറിയില്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതി. ഇതെല്ലാം ഉമ്മാന്റെ കുറെ ചട്ടി കലയല്ലോ. ബാക്ക് സൈഡ് മൊത്തത്തിൽ ഇതൊക്കെ എന്തെല്ലാം കാട്ടും. ഇപ്പുറത്തെ പോരാ തെങ്ങ് മുകളിൽ ആകാശം. ഓക്കെ, ഞാൻ ഷോ ഓഫ് ആക്കുന്നൊന്നല്ല, ഷോ ഓഫ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല. ഞാൻ എവിടെയെങ്കിലും എന്റെ കാറ് ഇങ്ങനെ കാണിച്ചിട്ട് നടന്നിട്ടുണ്ടോ? 3 കാറുണ്ട് ടോട്ടൽ. എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല. ഫസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ഒരു സൈഡ് വ്യൂവും കൂടിയാണ് വീടിന്റെ. ടോട്ടലി ഒരു സൈഡ് വ്യൂ. നോക്ക് അതിന്റെ ഇറക്കി ജില്ലി വാരി കളിക്കുന്നു. നമുക്ക് ഇത് ലാസ്റ്റ് ഇത് പറയാലോ, എൻഡ് പറയാലോ. അപ്പൊ ഗൈസ് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കില്ല. എന്റെ പൊരയും കാര്യങ്ങളും സംഭവം കണ്ടില്ല, സെറ്റപ്പ് മൊത്തം കണ്ടില്ല. എന്നാലും പൊരയും സംഭവം കണ്ടില്ല. എന്ന് വെച്ചിരിക്കുക ഹായ് പറ. ഹായ്. അപ്പൊ നമ്മുടെ ഒരു തരണമെന്ന് കുറച്ച് ആൾക്കാർ ഫിറ്റ്നസ് തരണമെന്ന് പറഞ്ഞത് കൊണ്ട് ഒരു വീഡിയോ ക്വിക്കായിട്ട് എടുത്തതാണ് ഗൈസ്. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യാൻ ഞാൻ പറയില്ല. ഷെയർ ചെയ്യാൻ മാത്രം ഒരു പിണ്ണാക്ക് വീഡിയോയിലില്ല. എന്തേ മനസ്സിലായിക്കോ? വെറുതെ ഇരിക്കുന്നത് എന്തേ മനസ്സിലായിക്കോ? എന്തേ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? മലയാളം അറിയോ?
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യാ, അറിയണ്ട സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ പുതിയ കണ്ടന്റ് അല്ല നല്ല എന്തെങ്കിലും കണ്ടന്റ് ആയിട്ട് ഞാൻ വരും. അടുത്ത കൊല്ലം ഞാൻ ചിലപ്പം വരും. ഈ വീഡിയോ അടുത്ത കൊല്ലാണോ വരുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും വളരെ പെട്ടെന്ന് വരാൻ ഞാൻ നോക്കാം. അപ്പൊ ഒന്നുമില്ല. ടാറ്റ. ഓക്കെ ബൈ. ടാറ്റ പറ. ഓക്കെ ബൈ.